ഈ മലയാളികൾക്ക് ഒത്തിരി ചാനലുണ്ടായിരുന്നു, ഇപ്പോഴും ഒത്തിരി ചാനലുണ്ട്. ആ ചാനലുകളിലൊക്കെ ആശയപരമായി നമ്മൾ യോജിക്കുന്നതും വിയോജിക്കുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും ഒരു കോമാളി ചാനലെന്നോ അല്ലെങ്കിൽ പരമവൃത്തികേടുകൾ പറയുന്ന ഒരാളെന്നോ ഉള്ള രീതിയിലൊക്കെ നമ്മൾ കാണുന്നതും പറഞ്ഞുകൊണ്ടിരുന്നതും നമ്മുടെ അർണാബ് ഗോസ്വാമിയൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ ആ ഗോസ്വാമിയെപ്പോലും നാണിപ്പിക്കുന്ന വിധം നമ്മുടെ കേരളത്തിലും ഒരു ചാനൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് എന്നൊക്കെ പറയുമ്പോഴും അത് ഒരു വല്ലാത്ത നാണക്കേടും ലജ്ജയുമാണ്. നിങ്ങൾക്കൊക്കെ കുറേ വ്യൂ കിട്ടും, കുറേ റീച്ച് കിട്ടും. അതിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്കിപ്പം ഞാൻ പല പേജുകളും നോക്കുമ്പോൾ ചില സവിശേഷമായ അശ്ലീലങ്ങളൊക്കെ വെച്ചിട്ട് ചില ആകർഷകമായ ക്യാപ്ഷനുകളോടെ ചില നയനാനന്ദകരമായ ചിത്രങ്ങളോടെ ചിലതൊക്കെ വെച്ച് കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവർക്കും കിട്ടുന്നുണ്ട് ലക്ഷക്കണക്കിന് വ്യൂസും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ലൈക്സും ഇൻകവും ഒക്കെ. പക്ഷേ നിങ്ങൾ ദയവായി ഇങ്ങനെ പ്രവർത്തിക്കുന്നതിലൂടെ ഈ ചാനൽ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് സ്വതവേ മുങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വസനീയമല്ലാത്ത ഒരു സംഗതിക്കപ്പുറത്തേക്ക് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയും കുറേ വെറുപ്പും അനാവശ്യങ്ങളും വൃത്തികേടുകളും ഒക്കെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലൊക്കെ പോയിരുന്ന് തകർന്നു പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ കേവലം വാർത്താവതാരകരായിട്ട് മാത്രമല്ല ചിലപ്പോഴൊക്കെ മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരു ഇമേജ് കൂടി കൽപ്പിച്ചിട്ടുണ്ട്. ചില നീതിക്ക് വേണ്ടി നിൽക്കുന്നവർ, ചില ന്യായം പറയുന്നവർ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഒരു സ്ഥിതി വളരെ ദയനീയമാണ്. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ വളരെ ഇൻഡിപെൻഡൻറ്റ് ഇമ്പേഴ്സണലായി നമ്മുടെ ദൂരദർശനിലൊക്കെ വാർത്ത വായിക്കുന്നത് പോലെ അങ്ങനെ വാർത്ത വായിച്ചു പോകുന്നവരാകണം. ഞാൻ ഈ ട്രീ കട്ടർ ചാനൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ട്രോളുന്ന റിപ്പോർട്ടർ ചാനലിലെ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ചില സംഭവങ്ങൾ കണ്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുന്നത്, എനിക്ക് തന്നെ ഒരു ലജ്ജ തോന്നുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങളെത്തിയത്. ദേ ഇതൊന്ന് കണ്ടോളൂ. ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘമുണ്ടോ? അതൊക്കെ നിങ്ങൾ കൈവശം. ശാഖയെ കാണിക്കുന്ന നിർത്തുന്ന പരിപാടിയില്ല. പറയണമെങ്കിൽ ചരിത്രപരമായി 1977 ജനതാ പാർട്ടി വരുമ്പോ ജനസംഘമുണ്ടോ? എന്റെ അവസരമാണ്. താങ്കൾക്ക് പറയാനുള്ള മണ്ടത്തരങ്ങൾ താങ്കൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. താങ്കളുടെ ബുദ്ധിയൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് നാട്ടുകാർ നന്നായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചാനലിലാണ് സാധാരണ ഈ വഴക്ക് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? അതായത് നിങ്ങളുടെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇയാളുടെ വീട്ടിൽ പോയി പറയാം, നിൻ്റെ നിലവാരമൊക്കെ എല്ലാവർക്കും അറിയാവടാ എന്നൊക്കെ പറയുന്നത് എവിടെയാണ് കേട്ടുള്ളതെന്നറിയോ? പണ്ട് ഈ സെക്സ് വർക്കേഴ്സ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ സെക്സ് വർക്കേഴ്സിന് ഡ്രോപ്പ് ഇൻ സെൻ്റർ ഉണ്ട്. അവർ ഈ ആക്ടിവിറ്റീസിന് പോയിട്ട് തിരിച്ചു വന്ന് ഫ്രഷ് ആകാനും അവർക്ക് ഈ കോണ്ടം ഒക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടാണ് ഈ ഡ്രോപ്പ് ഇൻ സെൻറ്റർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. അവർ ഈ ഡ്രോപ്പ് ഇൻ സെൻറ്ററിൽ വന്ന് അതവരുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമാണെന്നാണ് പറയുന്നത്. അവിടെ കിടന്ന് ഇങ്ങനെ അലമ്പുണ്ടാക്കാറുണ്ട്, തർക്കിക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷേ അവർക്കും ഒരു ബോധമുണ്ട്. നമ്മളൊക്കെ മാനേജറാണ്, അകത്ത് സാറുണ്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കും. ഉണ്ടെങ്കിൽ കുറച്ച് ശബ്ദം കുറയ്ക്കും, അതിൻ്റെ ഒരു വീര്യം കുറയ്ക്കും. നമ്മൾ പുറത്തേക്കൊന്ന് ഇറങ്ങി പോകാനായി അവരിയ്ക്കുന്നിടത്തൂടെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അവരെല്ലാവരും സൈലൻ്റ് ആവും. ഇതിപ്പോൾ കേരളത്തിലെ ഒരു ജനസമൂഹത്തെ മുഴുവൻ ഇരുത്തിക്കൊണ്ടാണ് ഈ പ്രകടനം ഇവർ നടത്തുന്നത്. എന്തൊരു പ്രൊഫസറാണ്, എന്തൊരു നിർത്ത്, സ്റ്റോപ്പ് ഇറ്റ്, നീ നിൻ്റെ വീട്ടിൽ പോയി പറയണം, നിൻ്റെ നിലവാരമൊക്കെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഒരു ചാനലിലെ എഡിറ്റേഴ്സ് സംഗതി എന്ന് പറഞ്ഞിരുന്ന് പറയുന്നത്. അതിന് നമ്മുടെ സുനിതാ ദേവദാസ് നല്ല വൃത്തിക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതും കേൾപ്പില്ല. അതും പ്രധാന വാർത്തകൾ ശാഖയിൽ പഠിച്ച അടവുകൾ ഇവിടെ എടുത്താൽ വിലപ്പോവില്ലെന്ന് എഡിറ്റർ മൊട്ട. താനേത് കോത്താഴത്ത് എഡിറ്റർ ആയാലും എനിക്ക് പുല്ലാണടാ എന്ന് മൊട്ടയോട് തിരിച്ചടിച്ച് വാക്കി. ജനതാ പാർട്ടി ഉണ്ടെങ്കിൽ ജനസംഘമുണ്ടോ? അതൊക്കെ നിങ്ങൾ കൈവച്ച. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കോടകത്തിൽ വെച്ചതിന് സകലരോടും മാപ്പ് ചോദിക്കുന്നുവെന്ന് മുതലാളി. ക്ഷമ ചോദിക്കുകയാണ്. ആ പരിപാടിയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഞാൻ ഖേദിക്കുകയാണ്. പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് മുതലാളി. മുതലാളി ഒരു പരമചെറ്റയാണെന്ന് തൊഴിലാളികൾ. ഇതാണ് ഒരു ചാനലിൽ നടന്ന സംഭവങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ എന്താണെന്നുള്ളത്.
കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ, ഇത് അവതരിപ്പിക്കുന്നവർ തീരുമാനിക്കട്ടെ.